രസമായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകാൻ. നമുക്ക് ഇങ്ങനെ മുമ്പിൽ കാണാൻ പറ്റും ഓരോ മലന്റെ താഴ്വരകളിലും അടിപൊളി ചെറിയ ചെറിയ വീടുകൾ. ഇവനെ തിരിച്ച് നാട്ടിലെത്തിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവന്റെ ഒരു മൊമെന്റിലെ എവിടേക്ക് പോയിട്ടാണ് ചെക്കൻ തിരിച്ച് നാട്ടിലെത്തുന്നുണ്ടാവുക. പൊക്കറ 125 കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ച സ്ഥലങ്ങളാണ്. ഇത് പുതിയതാണല്ലോടാ അല്ലേ? ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. പോ നമ്മളിവിടെ നിർത്തിട്ടോ ചെക്ക് പോസ്റ്റ്. ആ പോലീസുകാരിൽ ഒരു പോലീസുകാരൻ വന്ന് നിങ്ങൾ എങ്ങനെ വന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ച് വണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് അതും ചോദിച്ച്. ഓ ചെങ്ങനെ ഒട്ടും ബാക്കിൽ തന്നെ വണ്ടി കൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഇപ്പം ശ്രദ്ധിച്ചപ്പോഴാട്ടോ കാര്യമായിട്ടുള്ളത് മാവാണ്. കുറേ മാവുണ്ട്. നോക്കി, ഇതൊരു മാവ്, അവിടെ ഒരു മാവ്, ഇവിടെ 2-3-4 മാവ്. ഇവരൊക്കെ അത്യാവശ്യം മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങന്റെ സീസണാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങളൊരു സംഗതി കണ്ടപ്പോൾ നിർത്തിയാണ്. എന്തിനാ നിർത്തി ഞാൻ കാണിച്ചതാ. നോക്കി നിങ്ങൾ, ഒരു തൂക്കുപാലം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എമ്മാതിരി സെറ്റപ്പ് പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഒരു രക്ഷയില്ല കേട്ടോ. വൺ വൈബ്, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാട്ടോ ആ തൂക്കുപാലത്തിൻ്റെ. നോക്കി നിങ്ങൾ, എമ്മാതിരി തൂക്കുപാലം കൈസ്. എന്താ അതിനെ പറയുക, സീന് സാധനം കേട്ടോ. അതിൻ്റെ അടിയിലാണെങ്കിൽ വെള്ളം പോകുന്നതും കൃഷി ചെയ്യുന്ന ആ തട്ടിട്ടുള്ള അതും പിന്നെ കുറേ പൈൻ മരങ്ങളും പിന്നെ കുറേ മരങ്ങളും മലകളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഉഫ്, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസും വീഡിയോസും എടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി സ്ഥലമാണ്, എന്ത് ഭംഗിയറ കാണാൻ. ഞങ്ങൾ ഈ തൂക്കുപാലം രണ്ടാളും സെപ്പറേറ്റ് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടിയും, അത് മാത്രമല്ല വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്നുകൂടി രസമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നടന്നു പോകുന്നത്. ഒരു 500 മീറ്ററിന് മുകളിൽ എന്തായാലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെ വെയിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? ഇമ്മാതിരി ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒന്നും പറയാലോ കേട്ടോ. അങ്ങോട്ടാണെങ്കിൽ ഗോതമ്പാണ് തോന്നുന്നത് കൃഷി ചെയ്തിട്ടുള്ളത്, തട്ടായിട്ട്. പിന്നെ അങ്ങോട്ട് കുറേ വീടുകൾ, കൃഷി സ്ഥലങ്ങൾ, ഇപ്പോഴത്തെ നെല്ലും കാര്യങ്ങളും ഇതാ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പോയത് നല്ല ക്ലിയറായിട്ട് എന്താ പറയുക, ഇളം പച്ച കളറിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കണ്ടില്ലേ എന്ത് രസമുള്ള മരങ്ങൾ. ഓഫ്, വൻ ഫ്രെയിം കേട്ടോ. ഭയങ്കര ഹാപ്പി ഇതിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ. സത്യം പറയാമല്ലോ, എന്ത് നല്ല കാഴ്ച കാണാൻ പറ്റുന്നത്. ഇതൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാധനമാട്ടെ. റോഡിൽ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവുന്നുള്ളത് മിസ്. പക്ഷെ അത് ചെറുതാണോ? അത് എത്ര ചെറുത്, ഇത് എമ്മാതിരി വലുത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തൂക്കുപാലം ഇതാട്ടോ. അതിലെനിക്ക് ഒന്നും പറയാനല്ല അല്ലേ? എമ്മാ സൈസ്, എമ്മാതിരി വ്യൂ. ഇങ്ങോട്ട് കണ്ടില്ലേ? ഓ, ആ ഭാഗം നോക്കിയടാ. ഇങ്ങനെ നടന്നു പോയി പെട്ടെന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. എമ്മാതിരി ഹൈറ്റാ. നമുക്ക് പുഴൻ്റെ നേരെ മേലെ പോയി നിൽക്കാം. അത് നല്ല വൈബുണ്ടാവും. എനിക്ക് ഈ കൃഷിസ്ഥലവും ഈ ഒരു എന്താ പറയുക നദിയും ഈ വീടും ഒന്നും കണ്ടിട്ട് ഇങ്ങോട്ട് എന്താ പറയുക സന്തോഷം അടക്കി വെക്കാൻ പറ്റില്ലായിരുന്ന അവസ്ഥ കേട്ടോ. എന്താല്ലേ? അങ്ങനെ നമ്മൾ ഏതോ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്. വില്ലേജ് എന്ന് പറയാനല്ല, അത്യാവശ്യം മോശമില്ലാത്തൊരു ടൗണാണ്. കുറേ വർക്ക്ഷോപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഹോട്ടൽസും വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. എന്താ സ്ഥലത്തിൻ്റെ പേരിടാ? ഷെങ്കൈ. ഇവിടുത്തെ കുറേ വീടുകളുടെ കളറ് പിങ്കാട്ടോ. പിങ്ക്, ഗ്രീന്, അധികം പിങ്ക് തന്നെയാണ്. ഞാൻ കാണുന്നത് കുറേ പിങ്കാണ്. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഗ്രീൻ അടിക്കുന്നതും ഓറഞ്ച് അടിക്കുന്ന ടീമുണ്ട്. ഓക്കെ, പിങ്ക്. നമ്മൾ മല കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെയിലിന് ഒരു കുറവുമില്ല, ഒരു രക്ഷയില്ലാത്ത വെയിൽ. വണ്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കുളിക്കാനൊരു സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ കുളിക്കണം
എന്നിട്ട് വേണം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ. അവിടെ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കും വേണം. നമുക്ക് നേപ്പാൾ ഇറങ്ങിയതിന് ശേഷം മനസ്സിലാവുള്ളൂ വണ്ടിൻ്റെ ഏതൊക്കെ നെട്ടും ബോൾട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. റോഡിൽ കൊണ്ടുപോയി നമ്മൾ കാണൂല, പക്ഷെ ഫുള്ള് കൊണ്ടുപോയാ വണ്ടി ആടി കളിച്ച് ഡാൻസ് കളിച്ചാൽ പോണേ. കുറേ നേരം വണ്ടി ഓടിച്ച് നിർത്തിട്ടോ. ഒരു 30 കിലോമീറ്റർ നമുക്ക് പോവുള്ളൂ പൊക്കറേക്ക്, മാക്സിമം ഒരു 1.5 മണിക്കൂർ. വേണ്ടില്ല പാടത്തേക്ക് എങ്ങനെ വെള്ളം വരുന്നുള്ളത് കണ്ടോ. ഞങ്ങളെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അവിടേക്ക് നല്ല വെള്ളമുണ്ട്, വേണം നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. സെറ്റല്ലേ, അടിപൊളിയായിട്ട് കുളിക്കട്ടോ. ഡ്രസ്സ് വാഷിങ് ചെയ്യല്ലേ ഈ ഡ്രസ്സ് ഇട്ടേ. ഒരു രക്ഷയില്ലാതെ തണുപ്പ് കേട്ടോ. ഈ ചൂടത്ത് ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിക്കുന്നത് വൈബ് ഉണ്ടാവും അറിയോ. നോക്കി നിങ്ങള്, വണ്ടി പോകുന്ന ബ്രിഡ്ജാണിത്, അതിന്റെ താഴത്തോടെ ഞാൻ അങ്ങനെ പോവാ. ഇതിനോട് വേണമെങ്കിൽ അങ്ങനെ കടന്നിറങ്ങാം നമുക്ക്. ഇതേ എന്താല്ലേ വൈബ്. അങ്ങനെ കുളിച്ച് ചുന്ദരനായിട്ട് ഇതാ ഇവിടുന്ന് പോവാട്ടോ. സെറ്റായി. നല്ല വെള്ളത്തിൽ അങ്ങോട്ട് കുളിച്ചപ്പേ എല്ലാ ക്ഷീണവും ഒക്കെ അങ്ങോട്ട് പോയി. അപ്പം ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് ഓടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. സമയം 2 മണിയൊക്കെ കഴിഞ്ഞു. വെയിലുള്ളത് ഇപ്പം മഴക്കാറായി മാറി തുടങ്ങിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ അടുത്തൊരു സ്പോട്ടിൻ്റെ ഭംഗി. അവിടെ കുറേ വീടുകളായി തട്ടായിട്ട് ഇങ്ങനെ നെല്ല് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് രസമാണ് കാണാൻ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ വീടുകളും ഈ പറഞ്ഞ പോലെ നെൽകൃഷിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വില്ലേജ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ട് ആയിരുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടായിരുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ തന്നെ മറന്നു. അങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു പരിപാടി. റോഡ് സൈഡിലൊക്കെ ഉള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ പഴയ വീടുകളുണ്ട്. ചിലപ്പോൾ 100 വർഷമൊക്കെ വഴക്കേണ്ടി വന്നു. അങ്ങനത്തെ വീടുകളാണ്. തട്ടായിട്ടുള്ള സ്ഥലം. 3 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ പൊക്രയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ഭംഗിയറിയ സ്ഥലം. UP-ന്ന് 2-3 വണ്ടികൾ കാണാനല്ലാതെ വേറെ ഇന്ത്യൻ രജിസ്ട്രേഷൻ ഒരു MP വണ്ടി കണ്ട്. അതല്ലാതെ ഇന്ത്യൻ രജിസ്റ്റേർഡ് വണ്ടി കണ്ടിട്ടേ അല്ല കേട്ടോ ഞാൻ നേപ്പാളിൽ. കുറവാ, വളരെ കുറവാ. എന്നാൽ ഈ സമയം ഓഫ് സീസണാണ് തോന്നുന്നത്. ഞങ്ങളെ നല്ലൊരു സ്ഥലത്തേക്ക് വന്നാട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരൊക്കെ വന്ന് അപ്പിട്ടിണേ വേണ്ടല്ലോ അടുപ്പല്ലേ. ആ ബാക്കിൽ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഫുള്ള് വെള്ളച്ചാട്ടം കേട്ടോ. ചെറുതും വലുതായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടം. എന്ത് രസമാണ് അങ്ങനെ കാണാൻ. ഇങ്ങനെ തട്ടായിട്ട് കൃഷി സ്ഥലത്ത് നിന്ന് വരുന്നതായിരിക്കും. ഗ്രീസ് കൊടുക്കാൻ്റെ ഇങ്ങനെ ചാടി കളിച്ച് വണ്ടിക്ക് സൗണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോയിൻസ് എന്നൊക്കെ നമ്മളെ പൊക്കാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു. അപ്പം അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് പോയി കാണാമല്ലോ. യെസ്, ഞാൻ ആൾറെഡി കണ്ടു ആ വ്യൂ. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ കാണിച്ചാൽ കേട്ടോ. നമ്മളെ ചെക്കൻ്റെ വ്യൂ അവിടെ. നോക്കി നിങ്ങൾ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എന്താ അല്ലേ, അടിപൊളി. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്യാം. നമുക്ക് ആ സിറ്റിൻ്റെ കറക്റ്റ് വ്യൂവും കിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. സർഫിലേ ഇതാണ് അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം. വലിയ സിറ്റി അല്ലേ, അത്യാവശ്യം